പ്രയാസവേളയിൽ പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരിൽ പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 52-ാം സങ്കീർത്തനം 7-ാം വാക്യം. ദൈവത്തെ തൻ്റെ ശരണമാക്കാതെ തൻ്റെ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും. ഇന്നത്തെ വചനം ദൈവത്തെ ഉപേക്ഷിച്ച് സമ്പത്തിനെയും സ്വന്തം ശക്തിയെയും ആശ്രയിക്കുന്ന മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തി ദൈവമാണ്. വിദ്യാഭ്യാസവും സ്ഥാനമാനങ്ങളും കഴിവുകളുമൊക്കെ ദൈവിക അനുഗ്രഹങ്ങൾ മാത്രമാണ്. എന്നാൽ അവയൊരിക്കലും ദൈവിക ശക്തിക്ക് പകരമാകില്ല. പ്രതിസന്ധികളിൽ നാം ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവത്തെയാണ്. സമ്പത്ത് അനുഗ്രഹമാണ്, എന്നാൽ അതിൽ ആശ്രയിക്കുന്നത് ആത്മീക അപകടമാണ്. ധനം സുരക്ഷ നൽകുമെന്ന് തോന്നാം, എന്നാൽ അത് ജീവനെ രക്ഷിക്കുകയോ നിത്യപ്രത്യാശ നൽകുകയോ ചെയ്യുകയില്ല. കൊടുങ്കാറ്റടിക്കുമ്പോൾ മണലിന്മേൽ പണിത വീടും പാറമേൽ പണിത വീടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുവാൻ കഴിയും. അതുപോലെ ജീവിതത്തിൻ്റെ പരീക്ഷകളിൽ ദൈവത്തെ ആശ്രയിക്കുന്നവരാണ് ഉറച്ചു നിൽക്കുന്നത്. പാപത്തിൽ വിജയമുണ്ടെന്ന് തോന്നാം, എന്നാൽ അത് താൽക്കാലികമാണ്. അനീതിയിലൂടെ നേടിയ നേട്ടങ്ങൾ നിലനിൽക്കുകയില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ അഭയവും ശക്തിയുമായി തീരണം. പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ദൈവവചന പഠനത്തിൻ്റെയും അനുഭവത്തിലൂടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയിടുവാൻ നമുക്ക് കഴിയണം. ദൈവത്തെ ആശ്രയിക്കുന്നവർ സാഹചര്യങ്ങൾ മാറിയാലും തകരുകയില്ല. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കാം. ദൈവത്തേക്കാൾ അധികമായി മറ്റെന്തിനെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആശ്രയമായി തീർന്നിട്ടുണ്ടെങ്കിൽ, അത് ഉപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നിൽ തന്നെ ആശ്രയമായി നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് പകരപ്പെടണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.